ഇറാൻ കുറച്ചു കാലമായി നാം കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്നത് യുദ്ധവാർത്തകൾ. ഇത് കാണുമ്പോൾ പലപ്പോഴും ചിന്തിച്ചു പോകും, അമേരിക്കയും ഇസ്രായേലും ഇല്ലെങ്കിൽ പിന്നെ ലോകത്ത് യുദ്ധം തന്നെ ഉണ്ടാകില്ലെന്ന്. വെറുതെ ചിന്തിച്ചതല്ല, കാരണം എല്ലാ യുദ്ധങ്ങളിലും കേമൻ അമേരിക്ക തന്നെ. എന്നാൽ ശരിക്കും എന്തിനാണ് ഇറാനെ പോലുള്ള രാജ്യങ്ങളെ അമേരിക്ക ആക്രമിക്കുന്നത്? അതിനു മാത്രം എന്താണ് ഇറാൻ്റെ അടുത്ത്? നമുക്കൊന്ന് പരിശോധിക്കാം. പ്രിയ പ്രേക്ഷകർ, ഈ വീഡിയോ അവസാനം വരെ കണ്ട് വിലയിരുത്തുമെന്ന് കരുതി തുടങ്ങാം. വ്യൂ പോയിന്റ് മലയാളം ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. പൗരാണികമായി പേർഷ്യ എന്നും ഔദ്യോഗികമായി ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്നും അറിയപ്പെടുന്ന പശ്ചിമേഷ്യയിലെ ഒരു മുസ്ലിം രാഷ്ട്രമാണ് ഇറാൻ. ടെഹ്റാൻ തലസ്ഥാനമായി നിലകൊള്ളുന്ന ഈ രാജ്യം പടിഞ്ഞാറ് ഇറാഖും വടക്ക് തുർക്ക്മെനിസ്ഥാൻ, അസർബൈജാൻ, അർമേനിയ, കാസ്പിയൻ കടൽ എന്നിവയും വടക്കു പടിഞ്ഞാറ് തുർക്കിയും കിഴക്ക് അഫ്ഗാനിസ്ഥാനും തെക്ക് പേർഷ്യൻ ഗൾഫ്, ഒമാൻ ഉൾക്കടൽ എന്നിവയും തെക്കു കിഴക്ക് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഒരു മഹാരാജ്യമാണ് ഇറാൻ. 92 ദശലക്ഷത്തിലധികം ജനസംഖ്യയുള്ള ഇറാൻ ഭൂമിശാസ്ത്രപരമായ വലിപ്പത്തിലും ജനസംഖ്യയിലും ആഗോളതലത്തിൽ 17ാം സ്ഥാനത്തും ഏഷ്യയിൽ 6ാമത്തെയും പശ്ചിമേഷ്യയിലെ 2ാമത്തെയും വലിയ രാജ്യമാണ്. പേർഷ്യ, അസർബൈജാൻ, കുർദിസ്ഥാൻ, ലൂർ എന്നീ പ്രധാന വംശീയ വിഭാഗങ്ങളാൽ 98% മുസ്ലിങ്ങളും ബാക്കി 2% ക്രൈസ്തവർ, ബഹായികൾ, സൊറോസ്ട്രിയർ എന്നീ മതക്കാരും അധിവസിക്കുന്ന ഇവിടത്തെ ഔദ്യോഗിക ഭാഷ പേർഷ്യനാണെങ്കിലും അറബി, ഇംഗ്ലീഷ് എന്നീ ഭാഷകളും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ബാർലി, ഗോതമ്പ്, കരിമ്പ്, നെല്ല്, ഉള്ളി, തക്കാളി, ഉരുളക്കിഴങ്ങ്, ആപ്പിൾ, മുന്തിരി, ഈത്തപ്പഴം, തേയില, ബദാം എന്നീ പ്രധാനപ്പെട്ട കൃഷി ഇനങ്ങൾ കൃഷി ചെയ്യുന്ന ഇറാൻ ഒരു കാർഷിക വ്യാവസായിക രാഷ്ട്രമാണ്. എണ്ണ ഉൽപാദനത്തിൽ മുൻപന്തിയിലായ ഇറാൻ കെമിക്കൽസ്, ലിക്വിഡ് ഗ്യാസ്, ഇരുമ്പ്, ഗന്ധകം, ചെമ്പ്, ക്രോമൈറ്റ്, കറുത്തീയം എന്നീ പ്രധാന ധാതു നിക്ഷേപങ്ങളാലും വസ്ത്രനിർമ്മാണം, പഞ്ചസാര, മാർബിൾ, സ്ഫടികം, സിമന്റ് തുടങ്ങിയ മുഖ്യ വ്യവസായങ്ങളാലും കയറ്റുമതിയാലും സമ്പുഷ്ടമാണ് ഈ മഹാരാജ്യം. ശരാശരി 10 വർഷത്തിലൊരിക്കൽ 7 അല്ലെങ്കിൽ അതിൽ കൂടുതൽ തീവ്രതയുള്ള ഭൂകമ്പം ഉണ്ടാകാറുള്ള ഭൂകമ്പ സാധ്യതാ പ്രദേശവുമാണ് ഇറാൻ. വളരെ വിനാശകാരിയായ 2003 ബാം ഭൂകമ്പം മറക്കാനാവുന്നതല്ല. അപ്രകാരം നദീതടങ്ങളോ പീഠഭൂമികളോ വേർതിരിക്കുന്ന കോക്കസസ്, സാഗ്രോസ്, അൽബോർഡ്സ് തുടങ്ങിയ പരുക്കൻ പർവ്വതനിരകളുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും പർവ്വതനിരകളുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ. ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ 5610 മീറ്റർ ഉയരമുള്ള മൗണ്ട് ഡവാമൻസ് ആണ് ഇറാനിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലം. കാസ്പിയൻ കടലിന്റെ തെക്കൻ തീരത്തിനടുത്തുള്ള സമൃദ്ധമായ താഴ്ന്ന പ്രദേശങ്ങളായ കാസ്പിയൻ ഹിർക്കാനിയൻ വനങ്ങളാൽ മൂടപ്പെട്ടതാണ് വടക്കൻ ഇറാൻ. ഉപ്പ് തടാകങ്ങളും വിശാലമായ കാവിർ മരുഭൂമിയും 2005 70.7 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയ ലൂട്ട് മരുഭൂമിയുമുള്ള ഇവിടെ ഇതുവരെ രേഖപ്പെടുത്തപ്പെട്ട ഏറ്റവും ചൂടേറിയ സ്ഥലമാണ്. സാമ്പത്തിക ആസൂത്രണം, എണ്ണ, കൃഷി, ഹൈഡ്രോ കാർബൺ ഉൽപാദനവും ഖനനവും ഈ മേഖലയിലെ ചെറുകിട വ്യവസായങ്ങൾ എന്നിങ്ങനെ നീളുന്ന അടിത്തറയുള്ള PPP ക്രമീകരിച്ച GDPയുടെ കാര്യത്തിൽ ലോകത്തിലെ 19ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയുണ്ട് ഇറാന്. ലോകത്തിലെ എണ്ണ ശേഖരത്തിൻ്റെ 10%, വാതക ശേഖരത്തിൻ്റെ 15% ഉള്ള ഇറാൻ ഒരു ഊർജ സൂപ്പർ പവർ രാജ്യമാണ്. ഇറാനിലെ പൊതുമേഖലാ തൊഴിലാളികളിൽ ഏകദേശം 30%, വൻകിട വ്യാവസായിക വ്യവസായങ്ങളിൽ 45% ഉള്ള
ഇറാന്റെ സാമ്പത്തിക ശക്തി കേന്ദ്രമാണ് ടെഹ്റാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. പ്രതിവർഷം ഏകദേശം 12 ദശലക്ഷം വിനോദസഞ്ചാരികളെത്തുന്ന ഇറാന്റെ ടൂറിസം മേഖലക്ക് വൻ കരുത്തു പകരുന്ന ദ്വീപാണ് കിഷ് ദ്വീപ്. മിഡിൽ ഈസ്റ്റ്, മധ്യേഷ്യ, വടക്കേ ആഫ്രിക്ക എന്നിവിടങ്ങളിലെ ഏറ്റവും വലിയ കാർ നിർമ്മാണമുള്ള ലോകത്തിലെ 16ാമത്തെ വലിയ കാർ നിർമ്മാതാക്കളാണ് ഇറാൻ. 2024 ആഗോള കാർ നിർമ്മാണത്തിൽ UK, ഇറ്റലി, റഷ്യ എന്നിവയേക്കാൾ മുന്നിലെത്തി ഇറാൻ 16ാം സ്ഥാനത്തായിരുന്നു. ഇതുവരെ വിവരിച്ചത് ഇറാനെ സംബന്ധിച്ച പൊതുവായ വിവരണമാണ്. ഇനി നമുക്ക് ഇറാൻ ഈ നിലയിലെത്താൻ അഥവാ അമേരിക്കയും ഇസ്രായേലും ചുട്ടുചാമ്പലാക്കി ലക്ഷങ്ങളെ ചുട്ടു കൊല്ലുന്ന ഈ ദുരനുഭവത്തിന് ഇടയാക്കിയ ചരിത്ര പശ്ചാത്തലം ഒന്ന് പരിശോധിക്കാം. ഓരോ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച വാർത്തകൾ കേട്ടത് കൊണ്ടായില്ലല്ലോ. എന്താണ് ഇറാൻ എന്ന് പഠിച്ചാൽ എല്ലാറ്റിനും മറുപടി കിട്ടും, തീർച്ച. മാന്യ പ്രേക്ഷകർ, ഈ വീഡിയോ അവസാനം വരെ കാണണമെന്ന് ഓർമ്മപ്പെടുത്തി തുടരാം. മനുഷ്യോൽപത്തിയോളം ജനവാസവും സംസ്കാരവുമുള്ള ഇറാൻ സുദീർഘമായ ചരിത്രമുള്ളതായി കണക്കാക്കുന്നു. BC 559 മുതൽ 330 വരെ നിലനിന്ന അക്കേമെനിദ് രാജവംശമാണ് ഇറാനിൽ പൂർണ്ണമായതും അർത്ഥവത്തായ സാമ്രാജ്യം സ്ഥാപിച്ചതും. എന്നാൽ ചെറിയ നാടുകളെയും ഗോത്രങ്ങളെയും കൂട്ടിയിണക്കി മഹാനായ സൈറസ് ആണ് അക്കേമെനിദ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ടത്. ബാബിലോണിയയും സിറിയയും ഏഷ്യ മൈനറും ഉൾപ്പെടെ വിശാലമായിരുന്നു അത്. 5000 കൊല്ലം മുമ്പ് തന്നെ സെമിറ്റിക്കുകളല്ലാത്ത എലാമേറ്റുകൾ, ജിറോഫ്റ്റുകൾ തുടങ്ങിയവർ ഇവിടെ രാഷ്ട്രം സ്ഥാപിച്ച് തുടങ്ങിയിരുന്നു. 2ാം സഹസ്രാബ്ദത്തിന്റെ അവസാനത്തിൽ മധ്യേഷ്യയിൽ നിന്നുള്ള ആര്യഗോത്രങ്ങളും അറബികളും മംഗോളിയരും ബ്രിട്ടീഷുകാരും റഷ്യക്കാരും തുടങ്ങിയ ശക്തികളും രാജവംശങ്ങളും ഭരണം നടത്തി ചെറു നാടുകളെയും ഗോത്രങ്ങളെയും കൂട്ടിയിണക്കി ബാബിലോണിയയും സിറിയയും ഏഷ്യ മൈനറും ഉൾപ്പെടെ വിശാലമാക്കി സൈറസ് രാജാവാണ് അക്കേമെനിദ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ടത്. BC 330 പേർഷ്യ ബാബിലോണിയയിലെ അലക്സാണ്ടർ ചക്രവർത്തി പിടിച്ചടക്കി ഭരിക്കുകയും ശേഷം അദ്ദേഹത്തിന്റെ സൈന്യാധിപൻ സെല്യൂക്കസും അവിടെ ഭരിച്ചു. ശേഷം പാർത്തിയന്മാരും AD 224 പാർത്ഥിവന്മാരെ തോൽപ്പിച്ച് അർദാഷിർ സസാനിയെയും AD 631 മുതൽ 641 വരെ കാലഘട്ടത്തിൽ അറബികളും ഭരിച്ചു പോന്നു. അതുമുതലാണ് ഇവിടം വളരാൻ തുടങ്ങിയത്. കാലങ്ങൾക്ക് ശേഷം സെൽജൂക്ക് എന്ന തുർക്കി വിഭാഗം 1055 തുഗ്രിൽ ബേഗിനും അദ്ദേഹത്തിന്റെ പിൻഗാമി മാലിക് ഷായും ബഗ്ദാദിലെ ഖലീഫമാരായി ഉന്നത ഭരണം നടത്തി. ഈ കാലഘട്ടത്തിൽ അഥവാ 1072 മുതൽ 1092 വരെ കാലഘട്ടത്തിൽ പേർഷ്യ ശാസ്ത്രത്തിലും കലയിലും മുന്നേറി. മാലിക് ഷാ സ്ഥാപിച്ച വാന നിരീക്ഷണ കേന്ദ്രത്തിനു കീഴിലായി ലോക പ്രശസ്ത കവിയും ശാസ്ത്രജ്ഞനുമായിരുന്ന ഒമർ ഖയ്യാം തൻ്റെ ജ്യോതിശാസ്ത്ര പരീക്ഷണങ്ങൾ നടത്തി ലോകത്ത് ശാസ്ത്ര വിപ്ലവത്തിന് തുടക്കം കുറിച്ചു. ഇങ്ങനെ ലോകത്തിനു തന്നെ മാതൃകയായി മാറിക്കൊണ്ടിരുന്ന ഈ നീണ്ട കാലഘട്ടത്തിനു ശേഷം 1380 മധ്യേഷ്യൻ രാജാവ് ത്രിമൂറും ശേഷം സഫ വംശവും 1502 മുതൽ 1747 കാലയളവിൽ നാദിർ ഷായും 1795 മുതൽ 1925 ഖജാർ വംശവുമായി മാറി മാറി ഭരണം നടത്തി. അതോടെ മുൻ പ്രതാപം മങ്ങിത്തുടങ്ങിയെന്ന് പറയാം. വിശദമായി പറഞ്ഞാൽ അതുമുതൽ യൂറോപ്യൻ സാമ്രാജ്യ ശക്തികളായ പോർച്ചുഗൽ, ബ്രിട്ടൻ, റഷ്യ, ഫ്രാൻസ് എന്നിവയെല്ലാം പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ സ്വാധീനമുറപ്പിക്കാൻ ശ്രമിച്ചു എന്നർത്ഥം. എന്നാൽ ചരിത്രം വീണ്ടും പുതിയ ദിശയിലേക്ക് നീങ്ങിത്തുടങ്ങിയത് 1905 ബജാർ ഭരണാധികാരിയായ ഷായ്ക്കെതിരെ ഭരണഘടനയ്ക്ക് വേണ്ടിയുള്ള സമരം വിജയിച്ചതോടെയാണ്.
ഇത് മുതലാണ് പേർഷ്യയുടെ അഥവാ ഇറാന്റെ ആധുനിക യുഗം ആരംഭിക്കുന്നത്. അങ്ങനെ ഇറാനിൽ ചെറിയ തോതിൽ ഭരണഘടന നിലവിൽ വരികയും 1906 ഒക്ടോബർ 7 ആദ്യ പാർലമെന്റ് സ്ഥാപിതമായി. 1908 ബ്രിട്ടീഷ് ഗവേഷകൻ ഇറാനിൽ എണ്ണ കണ്ടെത്തി. ആംഗ്ലോ ഇറാനിയൻ ഓയിൽ കമ്പനി എണ്ണ ഖനനം തുടങ്ങി. ഇതോടെ ലോക ഭീമന്മാരുടെ കണ്ണുകൾ ഇറാനിലേക്കായി. ഇവിടെയാണ് നമുക്ക് ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നത്. ചോദ്യം ഒന്നുകൂടി ആവർത്തിച്ച് ഉത്തരം ഓരോന്നായി പരിശോധിക്കാം. ശരിക്കും എന്തിനാണ് ഇറാനെ പോലുള്ള രാജ്യങ്ങളെ അമേരിക്ക ആക്രമിക്കുന്നത്? ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടനും റഷ്യയും രണ്ട് വശങ്ങളിൽ നിന്ന് ഇറാനിൽ പ്രവേശിച്ചു. കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിന് ശേഷം സോവിയറ്റ് യൂണിയനായി മാറിയ റഷ്യ 1921 പിൻവാങ്ങിയതോടെ ബ്രിട്ടീഷുകാർ അവസരം മുതലെടുത്ത് ഇറാനിൽ നിയന്ത്രണം ശക്തമാക്കി. 1925 ചാരപ്പണിയിലൂടെ ഇറാനിലെ പട്ടാള ഓഫീസറായ റിസാ ഖാൻ സർക്കാരിനെ അട്ടിമറിച്ച് ബ്രിട്ടൻ നിയന്ത്രിത സർക്കാർ അധികാരത്തിലെത്തി. 1935 വരെ പേർഷ്യ എന്ന പേരിലറിയപ്പെട്ട ഈ രാജ്യത്തിൻ്റെ പേര് ഇറാൻ എന്നാക്കി മാറ്റി. ശേഷം റിസാ ഷാ പഹ്ലവി എന്ന പേര് സ്വീകരിച്ച് പഹ്ലവി രാജവംശത്തിന് തുടക്കമിട്ടു. ഇതോടെ പാശ്ചാത്യരുടെ എണ്ണ ആവശ്യങ്ങൾക്ക് ആദ്യമായി ഇറാൻ കീഴ്പ്പെട്ടു എന്ന് പറയാം. മാത്രവുമല്ല, അദ്ദേഹം തുർക്കിയിലെ കമാൽ അതാതുർക്കിനെ മാതൃകയാക്കി പടിഞ്ഞാറൻ പരിഷ്കാരങ്ങൾ നടപ്പാക്കാനും തുടങ്ങി. ഇതോടെ ഇറാന്റെ പാരമ്പര്യ സംസ്കാരവും മാറി തുടങ്ങി. ഗ്രാമീണ പാരമ്പര്യ വേഷവിധാനങ്ങൾക്കു പകരം സ്യൂട്ടും കോട്ടും നിർബന്ധമാക്കിയും സ്ത്രീകൾ അവരുടെ അന്തസ്സിന്റെ വസ്ത്രമായി ധരിച്ചു പോന്നിരുന്ന പർദ്ദ നിരോധിച്ചും പൊതുവിദ്യാലയങ്ങളിൽ മതവിദ്യാഭ്യാസം നിർബന്ധമല്ലാതാക്കിയും തുടങ്ങി സമൂഹത്തിലെ പ്രമാണിവർഗത്തിന് അനുകൂലമായ നയങ്ങൾ കൈക്കൊണ്ടു. ഈ കാലയളവിലാണ് മറ്റൊരു ചരിത്ര സംഭവം ഉണ്ടായത്. അവിടുത്തെ ആ കാലത്തെ ഖുമൈനി ആയത്തുള്ള ഖുമൈനിയെ നാടുകടത്തിയത്. ഇത് കാരണം ഷാക്കെതിരിൽ ജനങ്ങൾ തെരുവിലിറങ്ങി വൻ പ്രക്ഷോഭം സൃഷ്ടിച്ചു. ഉജ്ജ്വല പ്രഭാഷണങ്ങളിലൂടെ ജനമനസ് പിടിച്ചുപറ്റിയ ഖുമൈനി 1979 ജനുവരി 1 ടെഹ്റാനിൽ തിരിച്ചെത്തി വിപ്ലവ നേതൃത്വം ഏറ്റെടുത്തു. അപ്പോഴേക്കും ഇറാനിൽ നിന്ന് ഷാ പലായനം ചെയ്തിരുന്നു. ഹിതപരിശോധനയിൽ ജനങ്ങൾ അഭിപ്രായപ്പെട്ട പ്രകാരം 1979 ഏപ്രിൽ 1 ഇറാൻ ഒരു ഇസ്ലാമിക ജനാധിപത്യ രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെട്ടു. 1989 മരണക്കിടക്കയിൽ വെച്ച് ആയത്തുള്ള ഖുമൈനി 25 അംഗ ഭരണഘടനാ പരിഷ്കരണ കൗൺസിലിനെ നിയമിച്ച് അലി ഖുമൈനിയെ അടുത്ത പരമോന്നത നേതാവായി നാമനിർദ്ദേശം ചെയ്യുകയും ഇറാന്റെ ഭരണഘടനയിൽ മികച്ച മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം ബിസിനസ് സൗഹൃദ നിലപാടുകളിലൂടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുത്തു. അദ്ദേഹത്തിന്റെ വിയോഗത്തെ തുടർന്ന് 1997 മിതവാദിയും പരിഷ്കരണവാദിയുമായ മുഹമ്മദ് ഖത്താമി റഫ്സൻജനി പിൻഗാമിയായി അധികാരമേറ്റു. അദ്ദേഹം ഏഷ്യയുമായും യൂറോപ്യൻ യൂണിയനുമായും ക്രിയാത്മകമായ നയതന്ത്ര ബന്ധങ്ങളിലൂടെ വിദേശ നിക്ഷേപത്തെ ആകർഷിക്കുന്ന തരത്തിൽ ഇറാനെ സാമ്പത്തികമായി ശക്തിപ്പെടുത്തി. ഇറാൻ അനുഭവിക്കുന്ന കൂടുതൽ വിവരങ്ങളും ഹോർമുസ് കടലിടുക്കിൻ്റെ വിശേഷങ്ങളും അടങ്ങുന്ന 2ാം ഭാഗം വീഡിയോ ഉടൻ ഈ ചാനലിൽ പ്രതീക്ഷിക്കാം. പ്രിയ പ്രേക്ഷകർ കാത്തിരിക്കുമെന്ന് കരുതി തൽക്കാലം വിട. നന്ദി.